എങ്ങനെയൊക്കെ ഇനി ഉറങ്ങിയിട്ടില്ല എന്ന് പറയാം. അത്രയ്ക്ക് കടവും പിന്നെ നമ്മളല്ലേ വീട്ടിൽ പെണ്ണുങ്ങളല്ലേ ഇരിക്കാം. അപ്പൊ എനിക്ക് ഇപ്പോഴായിട്ട് കോളിംബെൽ വെക്കുമ്പോൾ ഞാൻ ഞെട്ടും. എനിക്ക് ആ വീട്ടിലെ കോളിംബെൽ ഭയങ്കര ചേരും. മഞ്ജു പത്രോസിനെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഓക്കെ, ഒരുപാട് റിയാലിറ്റി ഷോകൾ, ഒരുപാട് സിനിമകൾ, നമ്മുടെ ലാലേട്ടനൊപ്പമുള്ള മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന് പറയുന്ന സിനിമയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ മഞ്ജു പത്രോസിനെ ആ സിനിമയിലൊന്നും മറക്കാത്തായിട്ട് ആരുമില്ല. അതുപോലെ തന്നെ ബിഗ് ബോസിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെറുതെ അല്ല ഭാര്യ എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോയിലുണ്ടായിരുന്നു. അങ്ങനെ മിന്നി തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രം എന്തൊക്കെ വേണമെങ്കിൽ നമുക്ക് മഞ്ജു പിള്ളയെ വിശേഷിപ്പിക്കാം. ഓക്കെ, അപ്പോ നമ്മുടെ ഇന്നത്തെ വിഷയം മഞ്ജു പിള്ളയും മഞ്ജു പിള്ളയുടെ ഹസ്ബൻഡ് സുനിച്ചിനും തമ്മിൽ പിരിയാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വീഡിയോയിൽ മുഴുനീളെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ കഥ ആദ്യം തൊട്ട് പറയാം. നമ്മൾ മഞ്ജു പത്രോസിന്റെ വിവാഹം കഴിഞ്ഞിട്ട് മഞ്ജു സുനിച്ചന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഓക്കെ, സുനിച്ചന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ മഞ്ജുവിന് 30 പവന്റെ സ്വർണവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മഞ്ജു സുനിച്ചന്റെ വീട്ടിലേക്ക് ചെല്ലുന്നതും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും മഞ്ജുവിന് ഏകദേശം അവിടുത്തെ ഒരു അന്തരീക്ഷവും കാര്യങ്ങളും ഒക്കെ പുള്ളിക്കാരിക്ക് മനസ്സിലാവുന്നു. ഇത് എങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ്, ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പുള്ളിക്കാരി തന്നെ പ്രഡിക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതായത് ഹസ്ബൻഡിന്റെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ ആയപ്പോൾ സുനിച്ചൻ ഈ 30 പവന്റെ ഗോൾഡും കൊണ്ടാണ് മഞ്ജു ആ വീട്ടിലേക്ക് ചെല്ലുന്നത്. ആ 30 പവന്റെ ഗോൾഡ് പുള്ളി അങ്ങ് എടുക്കുകയാണ്. പുള്ളി അത് എടുത്തിട്ട് എന്ത് ചെയ്യാണ്, പുള്ളി അത് വിറ്റ് കല്യാണത്തിന്റെ പേരിൽ പുള്ളി വരുത്തി വെച്ച ഒരുപാട് കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. സോ അതെല്ലാം അങ്ങ് തീർക്കുകയാണ്. എന്നിട്ടും കല്യാണത്തിന്റെ പേരിൽ മാത്രമല്ല, ഓൾറെഡി കടമുണ്ട്. എന്നിട്ടും സുനിച്ചന്റെ കടം അവിടെ ഇങ്ങനെ ബാക്കി കിടക്കുകയാണ്. അപ്പോൾ രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ സുനിച്ചൻ പൈസ കൊടുക്കാനുള്ള ആളുകൾ വന്നിട്ട് അവിടെ വന്ന് കതവിന് തട്ടും, കോണിംഗ് ബെല്ലടിയും, അങ്ങനെ ഇങ്ങനെ എല്ലാം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. ഓക്കെ, ഒരു സ്ത്രീ ആണല്ലോ, ഇതിൽ നിന്നും എല്ലാം മൂവ് ഓൺ ചെയ്യണമല്ലോ. പുള്ളിക്കാരി ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകയറണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഓരോ കാര്യങ്ങളും ലൈഫിൽ ചെയ്തു തുടങ്ങിയത്. ഈ സിനിമയിലും സീരിയലിലും അഭിനയിക്കാൻ വരെ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ സുനിച്ചന്റെ ക്യാരക്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ എന്തോ ഒരു ഓർക്കസ്ട്ര ടീമിൽ എന്തോ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. പുള്ളിക്കാരന്റെ ജീവനും ജീവിതവും ഫുൾ അതാണ്. കുടുംബത്തോടൊരു വലിയ അറ്റാച്ച്മെന്റോ കാര്യമോ ഒന്നുമില്ല. എപ്പോ വന്നാലും എന്തോ ഇക്കോസോ എന്ന് പറയുന്ന ഒരു ഓർക്കസ്ട്ര ടീമിൽ പുള്ളിയുണ്ട്. സോ അതാണ് പുള്ളിയുടെ ജീവനും ജീവിതവും ഒക്കെ. അപ്പോ നമുക്ക് അടുത്ത ഒരു വീഡിയോ കണ്ടുനോക്കാം സുഹൃത്തുക്കളെ. മഞ്ജു പത്രോസ് പറയുന്ന ഒരു ക്ലിപ്പ് നമുക്ക് കണ്ടുനോക്കാം. സ്ക്രീനിൽ ഉണ്ടായ ഇമോഷണൽ രംഗത്തേക്കാൾ കൂടുതൽ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടായിരിക്കും. ഓ, തീർച്ചയായും. അപ്പം നമ്മൾ പറയും ജീവിതത്തിന് എല്ലാം തരം വേണം, അപ്സ് ആൻഡ് ഡൗൺസ് വേണം, നമുക്ക് എല്ലാ തരം സുഖ ദുഃഖങ്ങളൊക്കെ വരണം, സന്തോഷം മാത്രമാണ് ജീവിതം എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. മഞ്ജു ചേച്ചിയുടെ ഒരു POV എങ്ങനെയാ ജീവിതം എല്ലാം കൂടി വരുന്നതാണോ, ജീവിതമായിട്ട് വിളിക്കാൻ എല്ലാം കൂടിയൊക്കെ വരും, പക്ഷെ ഇത്രയും അപ്പ് ആൻഡ് ഡൗൺസ് വേണ്ട അല്ലേ? വല്ലാത്ത ഇറക്കമാണ്. അവിടെ നിന്ന് പോരാനായിട്ട് എന്താണെന്നറിയാമോ, ഇത്ര ഇറക്കം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോപ്പ് നഷ്ടപ്പെട്ടു പോകും. ഏതെങ്കിലും പോയിന്റിൽ ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ടോ? എത്ര വട്ടം അയ്യോ, എനിക്കത് ആലോചിക്കാൻ പോലും ഇഷ്ടമല്ല. അത് ശരിക്കും ഇപ്പൊ കിട്ടുന്ന നമ്മുടെ പ്രൊഫഷനിൽ നിന്ന്, നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്നതാണോ, അതല്ലെങ്കിൽ റിയൽ ലൈഫിൽ ഇൻഡസ്ട്രിയിലൊന്നും എനിക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലേ. ഇൻഡസ്ട്രിയിലൊക്കെ അതാ ഞാൻ ഭാഗ്യമുള്ള ആളാണെന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ട സ്പേസിൽ നിന്ന് എനിക്ക് തോന്നുന്ന മാസത്തിൽ 4-5 ദിവസമാണ് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അത്രയും ദിവസം ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ കാരുണ്യം, അയ്യോ അതൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. പക്ഷേ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ എനിക്ക് അതായത് ഓർക്കാൻ ഇഷ്ടമല്ലാതെ ഓർക്കാതെ മറന്നുപോയ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പറയും, കഴിഞ്ഞ ദിവസം ഞാൻ വനിതാ ദിനത്തിൽ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ഒരാളിൽ നിന്നിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇവരെ അത്ര ഈസിയൊന്നുമല്ല. ഒരു ഘട്ടത്തിനെ ഇവർ പറയും, രാവിലെ എഴുന്നേറ്റ് നിന്ന് കണ്ണാടിയിൽ നോക്കിയിട്ട് പറ, നീ സൂപ്പറാണ്, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഓ മോളെ ലവ് യു ബെസ്റ്റ് എന്നൊക്കെ പറ. ഇത് പറയാനേ പറ്റുള്ളൂ. ഇത് എൻ്റെ പൊന്നെ, പിറ്റേ ദിവസം വാടക കൊടുക്കാൻ പൈസ ഇല്ലാത്ത ഒരാൾക്ക് കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് യു ആർ ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? എന്നിട്ട് പറയണം വാടകക്കാരൻ്റെ മുഖം ഓർമ്മ വരും. അത് കഴിഞ്ഞിട്ട് പറയാണ്, ഒരു പെൻസില് ഷാർപ്പൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ പാവപ്പെട്ട അമ്മമാരൊക്കെ എന്ന് പറയാണ്, നന്നായിട്ട് എഴുതാൻ പറ്റും. ഇതുപോലെയാണ് നിങ്ങൾ. ഓരോ ദിവസവും നിങ്ങളെ ഷാർപ്പൺ ചെയ്യണം. ഒരു മരത്തടീനെ ഷാർപ്പൺ ചെയ്യുന്ന പോലെയാണോ മനസ്സും വിവേകവും ചിന്തയും വേദനയുള്ള ശരീരത്തിന് ഷാർപ്പൺ ചെയ്യുന്നത്? അപ്പോൾ അത്തരം പൊള്ള വാക്കുകളിൽ ഒരു പ്രസക്തിയില്ല. ഈ നമ്മൾ ഇതിനകത്ത് പോകുമ്പോൾ, ഇൻസ്റ്റ റീലിൽ പോകുമ്പോൾ ഇങ്ങനെ മനുഷ്യനെ പറ്റിക്കുന്ന കുറേ മനുഷ്യരെ അവിടെ കാണാറുണ്ട്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് ശുദ്ധ മണ്ടത്തരം പറയുന്നത്. ഇതൊന്നും ജീവിതത്തിൽ
ആപ്ലിക്കബിൾ അല്ല. ജീവിതത്തിൽ അങ്ങനെയുള്ള ഘട്ടത്തിൽ കൂടെ നിൽക്കാൻ ഒരു സുഹൃത്ത്, രണ്ട് മനുഷ്യരൊക്കെ വേണം. ശരിക്കും എപ്പോഴും നല്ലൊരു പാർട്ട്ണർ, നല്ലൊരു സുഹൃത്ത് കൂടി ആയിരിക്കണം. ഓക്കെ, നമ്മളെ കൂടെ നമ്മളെ വിശ്വസിച്ച് നമ്മളെ കൂടെ മറ്റൊരു വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു വ്യക്തി, അത് നമ്മുടെ ഭാര്യ. ഓക്കെ, വീട്ടിലെ സ്വന്തം അച്ഛനെയും അമ്മയും എല്ലാരെയും വിട്ട് നമ്മളോടുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അവർ കൊണ്ടുവരുന്നത് സ്ത്രീധനം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക്, നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പണവും കാര്യങ്ങളും സ്വർണവും ഒക്കെ ആയിട്ടാണ് അവർ വരുന്നത്. പക്ഷേ അത് ഒരിക്കലും നമ്മൾ അതിലൊരു കൈകടത്താൻ പാടില്ല. കാരണം അത് അവരുടേതാണ്. സോ അത് അവർക്ക് വേണ്ടിയുള്ളതാണ്. അത് അവർക്ക് നമുക്ക് വേണ്ടിയുള്ളതാണ് ശരിക്കും. എങ്കിലും അത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. കൊണ്ടുവരുന്നു, കല്യാണത്തിന് തൊട്ടടുത്ത സ്ഥലം എടുത്ത് വിൽക്കുന്നു, പരിപാടി കഴിഞ്ഞു അവിടെ. ഓക്കെ, അപ്പോ തന്നെ ആ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ മേലുള്ള വിശ്വാസം പോയി കിട്ടും. ഒരു പരസ്പര ട്രസ്റ്റ്, നല്ലൊരു സൗഹൃദം, ഇതൊക്കെ ഒരു റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാന ഘടകമാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ അവിടെ തീർന്നത്. കാരണം നമ്മളൊരു ഡൗൺ ആയിട്ട് കിടക്കുന്ന ഒരു സിറ്റുവേഷനിൽ, ഒട്ടും മൂവ് ഓൺ ചെയ്ത് പോകാൻ പറ്റാതെ കിടക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒരു മോട്ടിവേഷൻ തന്ന് നമ്മളെ അതിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കേണ്ട ഒരു വ്യക്തിയാണ് ഭർത്താവ്. ഈ ഒരു സമയത്ത് മഞ്ജു പത്രോസിന് ആരും തന്നെ ഇല്ലായിരുന്നു എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. 1-2 സുഹൃത്തുക്കൾ മാത്രം, വേറെ ആരും ഇല്ലായിരുന്നു. സ്വന്തം ഭർത്താവ് പോലും ഇല്ലായിരുന്നു. അപ്പോഴും അദ്ദേഹത്തിന്റെ ഓർക്കസ്ട്ര ടീമിന്റെ പിന്നാലെയാണ്. അതെങ്ങനെങ്കിലും ഒന്ന് ഉയർത്തിക്കൊണ്ട് വരണം, അതൊന്ന് രക്ഷപ്പെടുത്തി എടുക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി നിൽക്കുന്നത്. എന്തൊക്കെയായാലും പുള്ളി ഒരു 2016 കാലഘട്ടത്തിൽ പുള്ളി ഫ്ലൈ ചെയ്ത് ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു. സോ 2016 ആണോ 2018 ആണോ എനിക്കറിയാൻ വയ്യ, 2018 ആണെന്ന് തോന്നുന്നു. ഓക്കെ, ആ ഒരു സമയത്ത് അവിടെ ഫ്ലഡ് ഒക്കെ വന്ന് ആകെ സീനായി. പുള്ളിക്കാരൻ അവിടെ തുടങ്ങാനിരുന്ന ഈ ഓർക്കസ്ട്ര ടീമിന്റെ പരിപാടിയും കാര്യങ്ങളും എല്ലാം ഫ്ലോപ്പായി. അപ്പോ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. എവിടെയായിരുന്നു ഇത്രയും നാൾ? ആക്ച്വലി ഞാൻ ദുബായിലായിരുന്നു. ഞാൻ എക്കോസ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഒരു ടീമുണ്ട് എനിക്ക്. അപ്പോൾ അത് ഞാൻ 2016 സ്റ്റാർട്ട് ചെയ്ത ശേഷം ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ പ്രളയം വന്നു. അപ്പം നമ്മൾ പുതിയതായിട്ട് ഓർക്കസ്ട്ര സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളത്. അപ്പം നമുക്കൊക്കെ പ്രോഗ്രാം കുറഞ്ഞ സമയത്ത് ദുബായിൽ ഷാർജയിലുള്ള നമ്മുടെ ഒരു കസിനും ഫ്രണ്ടുമായ ജസ്റ്റിൻ ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി എന്നെ വിളിക്കുന്നു. അങ്ങനെ ഞാനൊരു വിസിറ്റ് മിസ്സൊക്കെ ഞാനിങ്ങനെ കയറി പോയതാണ്. നാട്ടിലായിരുന്നു എക്കോസ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്? നാട്ടിലായിരുന്നു. നാട്ടിൽ 2016 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓണത്തിന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഒരു പ്രളയമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പം നമുക്ക് പ്രോഗ്രാം ഇല്ലതായി. അപ്പം മെയിൻ ആയിട്ടുള്ള ഓർക്കസ്ട്രക്കാർക്കൊക്കെ പരിപാടിയായപ്പം ഞാൻ ആകെ ടെൻഷനായിപ്പോയി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ അവിടെ നിന്ന് വന്നു. അപ്പോൾ അവിടെ ഏതോ കമ്പോസറുകാരൻ എൻ്റെ ഇല്ല. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ 1-2 പരിപാടിക്ക് വായിക്കാൻ വേണ്ടി എന്നെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ വലിയ കുഴപ്പമില്ലെന്ന് തോന്നി. നമുക്കറിയാവുന്ന കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, സാൻഡി, ബിന്നിൽ. അപ്പം അങ്ങനെ ഞാൻ അവിടെ നിന്ന്. അങ്ങനെയാണോ ദുബായിക്ക് പോകുന്നത്? അങ്ങനെ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയി അവിടെ പോയി നിന്ന് ഒരു 3 മാസം വിസിറ്റ് മിസ്സായി. അപ്പോൾ അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പം അത്യാവശ്യം നമുക്ക് പരിപാടിയൊക്കെ ആയി. അപ്പോൾ അവിടെ നല്ലൊരു കളവായി. ഇപ്പം നല്ല ഈവെൻറ്റിൻ്റെ പരിപാടിക്കൊക്കെ നമ്മൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ നിന്ന് പോയി. അവിടെ എന്തായിരുന്നു ജോലി? ഇത് തന്നെയായിരുന്നു മ്യൂസിക് ഫീൽഡ്, കമ്പോസർ വായിക്കുന്നത്. ഞാൻ റിതം പാഡ്രം വായിക്കുന്നുണ്ട്, റിതം പ്രോഗ്രാമറാണ്. അങ്ങനെ അവിടെ നിന്നു. അങ്ങനെ നിന്ന് അപ്പോൾ അങ്ങനെ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കിപ്പം ഇങ്ങനെ പെട്ടെന്നൊരു ബ്ലോക്ക് വന്നു. ഒരു ഹാർട്ടിൻ്റെ ഒരു 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ചു പോന്നു, നാട്ടിൽ വന്നു. ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷത്തോളമായി. അപ്പോൾ വീണ്ടും നമ്മൾ എക്കോസ് ഒന്ന് പുതുക്കി തീരുമാനിച്ചു. വേറൊരു കുപ്പിലോട്ട് ഒഴിച്ച് നമ്മൾ പുതിയൊരു രീതിയിൽ അങ്ങ് ഇറക്കി. അപ്പോൾ എത്ര നാളുണ്ടായിരുന്നു ദുബായിൽ? ഞാനൊരു 5-7 കൊല്ലത്തോളം ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് ഈ ബ്ലോക്ക് വന്നപ്പോഴാണ് നാട്ടിലേക്ക് വന്നത്. വർഷത്തിൽ അവിടേക്ക് വരുമായിരുന്നു നാട്ടിൽ. അപ്പോഴൊക്കെ എൻ്റെ ഒരു മനസ്സിൽ ഇതാണ് നമ്മുടെ ഇങ്ങനെ എക്കോസ് തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നാട്ടിൽ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹിച്ച് നിന്ന സമയത്തൊക്കെയാണ്. പിന്നെ അങ്ങനെ ഒരു പ്രോഗ്രാമിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ പെട്ടെന്നൊരു ഭയങ്കര പെയിനൊക്കെ വന്ന് അങ്ങനെ അവിടെ നിന്ന്. അപ്പം ഞാൻ ഡോക്ടറെ പോയി കണ്ടു, സംസാരിച്ച്. അപ്പം ബ്ലോക്കാണ്. അപ്പം ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വന്നു. ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ ആക്ച്വലി. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ജയപ്രകാശ് ഡോക്ടറെ കാണിക്കുന്നത്. അപ്പം ഇനി തിരിച്ച് ദുബായിക്ക് പോകണില്ലാന്ന് തീരുമാനിച്ചോ? ഉടനെ പോകാനുള്ളൊരു മൂഡിലല്ല ഇപ്പം. കാര്യം നമ്മുടെ ഹെൽത്തൊക്കെ പ്രശ്നമാവുമല്ലോ. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പം ബാച്ചിലായിട്ടുള്ള ജീവിതമൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതിൻ്റെ കറക്റ്റ് മരുന്നൊക്കെ കഴിച്ച് കറക്റ്റ് പോകണം. ചേട്ടാ, പിന്നെ ചേട്ടൻ്റെ ലൈഫിൽ ഇപ്പം ഇത്രയും ജീവിതാനുഭവങ്ങളുടെ ഇടയിൽ പഠിച്ചൊരു പാഠം എന്തായിരിക്കും? ലൈഫിൽ നിന്ന് പഠിച്ചൊരു പാഠം? അതെല്ലാവരും പറയുന്നതല്ലേ. ഇപ്പം നമ്മളെല്ലാവരും പറയുന്ന പാഠം തന്നെ, ആരെയും വിശ്വസിക്കരുതെന്ന് എല്ലാവരും പറയുന്നൊരു പാഠമല്ലേ. ഞാനായിട്ട് ഇനി അതെന്നെ മുടക്കാനാ? അതന്നെയാണോ? അതല്ല, എന്ത് പാടാണ് ഞാൻ പറയുന്നത്. അതിന് മാത്രം പറയാൻ മാത്രമുള്ളൊരു സംഭവമൊന്നും എനിക്ക് ശരിക്കും സത്യമുള്ള കാര്യമാണോ ആരെയും വിശ്വസിക്കരുത്, അമിതമായി ആരെയും വിശ്വസിക്കരുത് എന്നുള്ളത്? ചേട്ടനത് ലൈഫിൽ എത്രത്തോളം
ഇതായിട്ടുണ്ട്? വിശ്വസിക്കുന്ന കാര്യത്തിലൊന്നും അല്ലെന്നേ. നമ്മൾ ഒരാളെ വിശ്വസിക്കുന്നു, അവര് നമ്മളെ വിശ്വസിക്കുന്നു, നമുക്ക് വിശ്വാസമാകണം. അതാണല്ലോ മെയിൻ. അതെ അതെ. ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെയാണ്. തിരിച്ചും ആ ഒരു അത് ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്നും അറിയണ്ടേ, അത്രേ ഉള്ളൂ. അല്ലാതെ എന്റെ പൊന്ന് സുനിച്ച, നിങ്ങളെ വിശ്വാസം ഉണ്ടായത് കൊണ്ടാണ് കുറച്ച് നാളെങ്കിൽ കുറച്ച് നാളെ ഈ പറയുന്ന മഞ്ജു പത്രോസ് നിങ്ങളുടെ കൂടെ നിന്നത്. ശരിക്കും ആ വെറുതെ അല്ല ഭാര്യ എന്നുള്ള റിയാലിറ്റി ഷോയിലൊക്കെ ഇവർ അടിപൊളിയായിരുന്നു. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇവർ അടിപൊളിയായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ്റെ നാട്ടിലൊക്കെ 1-2 സീരിയലിന്റെ ഷൂട്ടിങ്ങിനൊക്കെ ആയിട്ട് മഞ്ജു പത്രോസ് വരികയുണ്ടായി. പുള്ളിക്കാരോട് ഞാൻ മിണ്ടി കാര്യം പറഞ്ഞു. ഒരു അടിപൊളി നല്ലൊരു സ്ത്രീ തന്നെയാണ്. അതായത് നമുക്ക് എന്താ സംസാരിക്കാനൊക്കെ നല്ല അടിപൊളി വൈബാണ്. ഫുൾ ഹാപ്പിയാണ് പുള്ളിക്കാരി, ചിൽ വൈബാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഇതുപോലുള്ള ഒരു ജീവിതമൊക്കെ കിട്ടുമ്പോഴത്തേക്കും പുള്ളിക്കാരി തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും, പുള്ളിക്കാരി ഇനി ഈ ഒരു ലൈഫിൽ നിന്നും ഇനി എങ്ങനെ. അത് തന്നെ പുള്ളിക്കാരി പറയുന്നുണ്ടല്ലോ, എനിക്ക് ജീവിതത്തിൽ ഫുള്ള് ഇറക്കങ്ങൾ മാത്രമായിരുന്നു, കയറ്റങ്ങൾ കുറവായിരുന്നു, ഉയർച്ചയില്ലായിരുന്നു, താഴ്ച മാത്രമേ ഉള്ളായിരുന്നു. ആ താഴ്ചയിൽ നിന്ന് എന്തായാലും ഇപ്പൊ പുള്ളിക്കാരി ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. അപ്പോൾ സുനിച്ചന്റെ മനസ്സിൽ ഇപ്പോ ഒരു കുടുംബമില്ല, മക്കളില്ല, ഒന്നുമില്ല. സുനിച്ചന്റെ മനസ്സിൽ ഇപ്പോ ഫുള്ള് സുനിച്ചന്റെ ഓർക്കസ്ട്ര ടീമും അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും അത് വളർത്തിയെടുക്കണം എന്നുള്ള ചിന്തയാണ്. ഓക്കെ, 7-8 വർഷമൊക്കെ ആയിട്ട് ദുബായിലൊക്കെ പോയി നിന്നിട്ട് പുള്ളിക്കാരന് ശരിക്കും പറഞ്ഞാൽ നോർമലി ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നല്ലൊരു വീടൊക്കെ വെച്ചൊന്ന് സെറ്റിൽ ആവാം. പക്ഷെ പുള്ളി അതൊന്നും ചെയ്തില്ല. പുള്ളിക്കാരൻ എങ്ങനെയെങ്കിലും തന്റെ ബിസിനസ് വളർത്തണം. അതായത് എനിക്ക് തോന്നുന്നു സുനിച്ചിന് ചെറിയ വിയർപ്പിന്റെ അസുഖമുള്ള ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെറുതെ ഇരുന്ന് മിണുങ്ങുക, പൈസ ഉണ്ടാക്കുക, പണം ഉണ്ടാക്കുക, ചെലവാക്കുക, ഈ ഒരു രീതി, ഈ ഒരു വേ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് സുനിച്ചൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ മഞ്ജു ചേച്ചിക്ക് മറ്റെന്തോ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. ഹസ്ബൻഡ് ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ വരാൻ പറ്റിയത് എന്നുള്ളതൊക്കെ സത്യമാണ് കേട്ടോ. പുള്ളി ഉണ്ടായിരുന്നുകൊണ്ടാണ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത്, ഒക്കെ ശരിയാണ്. പക്ഷേ അതിനുശേഷം നമുക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ കഴിവ് വേണമല്ലോ. തീർച്ചയായും നമുക്ക് അഭിനയിക്കാൻ സാധിക്കണ്ടേ. അല്ലാതെ ഒരാളെ കണ്ടിട്ട് എന്നെ വിളിക്കണമെന്ന് ഇല്ലല്ലോ. എന്നെ വിളിച്ചാൽ അഭിനയിക്കും എന്നുള്ളവരല്ലേ എന്നെ അതിലേക്ക് തിരഞ്ഞെടുക്കുള്ളൂ. അപ്പോൾ വഴി തുറന്നു തന്നത് ഇതേപോലെ അദ്ദേഹവും കൂടി ആയിരിക്കാം. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, പുള്ളി സമ്മതിച്ചത് കൊണ്ടല്ലേ വർക്കിനൊക്കെ പോകാൻ സാധിച്ചത്. അപ്പോൾ പുള്ളീനെ ഒരിടത്ത് മെൻഷൻ ചെയ്യുന്നില്ലല്ലോ എന്ന് പറയാറുണ്ട്. ഓഫ് കോഴ്സ് പുള്ളി സമ്മതിച്ചുകൊണ്ടാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, സമ്മതിച്ചില്ല എങ്കിൽ വേറെ എന്ത് വഴി. ഇപ്പോൾ രമ്യയോട് ഞാൻ പറയുന്നു, രമ്യ പോവണ്ട, ഈ വർക്കിന് പോകണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ രമ്യക്ക് ജീവിക്കാനുള്ള മറ്റൊരു വഴി തുറന്നു കാണിക്കണം, അല്ലെങ്കിൽ ഞാൻ തരണം. അതെ അല്ലേ? അതല്ലാത്ത പക്ഷം എനിക്കത് പറയാനുള്ള അധികാരമില്ല. അപ്പം അത് എല്ലാവരുടെയും നീഡായിരുന്നു. ഞാൻ വർക്കിന് പോവുക എന്നുള്ളത് എൻ്റെ ഫാമിലിയുടെ നീഡായിരുന്നു. അത് ഒരാളോട് ചെയ്ത ഔദാര്യമൊന്നും ആയിരുന്നില്ല. എന്തായാലും മഞ്ജു പത്രോസ് ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒരു ലെവലിലെത്തിയത്. അന്ന് പുള്ളിക്കാരൻ സിനിമയ്ക്ക് പോകണ്ട എന്ന് പറയുമായിരുന്നെങ്കിൽ ശരിക്കും അദ്ദേഹം തന്നെ മറ്റൊരു വഴി തുറന്നു കാണിച്ചു കൊടുക്കണമായിരുന്നു മഞ്ജു പത്രോസിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. സോ പുള്ളിക്കാരൻ്റെ കയ്യിൽ അതൊന്നുമില്ല. കാരണം പുള്ളിക്കാരന് മെയിൻ മറ്റേ വീണയും തബലയും അതിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണല്ലോ. പുള്ളിക്കാരന് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും പുള്ളിക്കാരന്റെ ജീവൻ ഫുള്ള് അതിലാണ്. ഓക്കെ, ആ ഓർക്കസ്ട്ര ടീമിലാണ്. അപ്പോൾ മഞ്ജു പത്രോസ് കഷ്ടപ്പെട്ട് സിനിമയിൽ അഭിനയിക്കുന്നു, റിയാലിറ്റി ഷോകളിൽ പോകുന്നു, അതുപോലെ തന്നെ സീരിയലിൽ അഭിനയിക്കുന്നു. ഇതെല്ലാം ചെയ്ത് പുള്ളിക്കാരി ഹാർഡ് വർക്ക് ചെയ്താണ് ഇപ്പോൾ ഒരു ലെവലിൽ എത്തിയത് പോലും. ഇപ്പൊ അതേ പുള്ളിക്കാരി സ്വന്തമായിട്ട് ഒരു വീട് വെച്ചിട്ടുണ്ട്. കൈരളി വന്ന ഒരു ഇന്റർവ്യൂവിൽ പുള്ളിക്കാരി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സ്വന്തം പൈസയ്ക്ക് ഞാൻ ഉണ്ടാക്കിയ വീട്, ഞാൻ ഉണ്ടാക്കിയ വീട് എന്ന അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ സ്ത്രീകൾക്ക് ശരിക്കും ഒരു മോട്ടിവേഷൻ തന്നെയാണ്. ഒരുപാട് അടുത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ശരിക്കും മഞ്ജുവിന്റെ ജീവിതത്തിൽ നടന്നിരിക്കുന്നത്. സോ മഞ്ജു പറയുന്ന ആ കൈരളിയിൽ പറയുന്ന ഒരു 11 സെക്കൻഡ് ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കൂടെ നമുക്ക് കണ്ടിട്ട് ഈ വീഡിയോ നമുക്ക് ജസ്റ്റ് മൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ വെച്ച വീട്, ഞാൻ ഭയങ്കര അഭിമാനത്തിൽ പറയും, ഞാൻ വെച്ച വീട് ഒറ്റയ്ക്ക് വെച്ച വീടാ. ഒറ്റയ്ക്ക് തന്നെ പാവം, എന്റെ അപ്പയുടെയും ഒക്കെ പിന്നെ എന്റെ ഫ്രണ്ട്സ് കുറേ പേര് എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. ഓക്കെ, ശരിക്കും അഭിമാനം തോന്നുന്നു. കാരണം ഒന്നുമില്ലാത്തടത്ത് ഒരു ബിഗ് സീറോയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഒരു ലെവൽ വരെ എത്തണമെന്നുണ്ടെങ്കിൽ മഞ്ജു പത്രോസ് ശരിക്കും ഒരുപാട് കഷ്ടതകളും ത്യാഗങ്ങളും ഒക്കെ സഹിച്ച് ഈ ഒരു ലെവലിൽ എത്തണമെന്നുണ്ടെങ്കിൽ അവരെന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. ഓക്കെ, അഭിമാനം തോന്നുന്ന നിമിഷം തന്നെ. അപ്പോൾ സുനിച്ചനോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്ന് സുനിച്ച, ഒരുപാട് സുനിച്ചന്മാരിതുപോലെ കേരളത്തിൽ കാണും. അവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങളുടെ പാർട്ട്ണറിന് ഒരു പ്രയോറിറ്റി കൊടുക്കുക, അവരെ കാര്യങ്ങൾ നോക്കാൻ ശ്രമിക്കുക, അവരെ ആഗ്രഹങ്ങൾ നേടിക്കൊടുക്കാൻ ശ്രമിക്കുക, ഇതെല്ലാം ചെയ്യുക. ഇല്ലെങ്കിൽ ഇപ്പോ ഇവര് തമ്മിൽ മേ ബി ചിലപ്പോൾ വേർപിരിഞ്ഞേക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും ഇതുപോലുള്ള വിള്ളലുകൾ വീഴാനുള്ള ചാൻസ് നന്നേ കൂടുതലാണ്. സോ അതുകൊണ്ട് കുടുംബം ഉണ്ടെന്നുണ്ടെങ്കിൽ
കുടുംബത്തിന് ഒരു ഇമ്പോർട്ടന്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും സൈഡ് ബിസിനസ് ഉണ്ടെങ്കിൽ അതിന് കൊടുക്കുക. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഈ വീഡിയോയിൽ ജസ്റ്റ് കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള ഏതെങ്കിലും സുനിച്ചന്മാരൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കട്ടോ. അപ്പോൾ യൂട്യൂബിൽ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.